ഒരു കാര്യത്തിൽ പിണറായി വിജയൻ എന്തായാലും വിജയിച്ചിരിക്കുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എം.എൽ.എയെ പൂട്ടുന്നതിലാണ്. അദ്ദേഹം കൃത്യമായിട്ട് വളരെ കരുക്കൽ നീക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയ പ്രതീക്ഷയിലാണ്. അവർ വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ എവിടെയും രാഹുലില്ല. ഇവിടെ എത്തേണ്ട ആളായിരുന്നു, ഇപ്പോൾ ഇവിടെയാണുള്ളത്. എന്താണ് രാഹുലിൻ്റെ ഈ പരാജയത്തിന് ഏറ്റവും വലിയ ഗ്രാഫിൽ നിന്ന് ഷട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതിനൊരു കാരണവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലിരിപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലിരിപ്പ് അത് നന്നായി പിണറായി വിജയൻ മാർക്കറ്റ് ചെയ്തു. അത് നന്നായി, ഒന്നും കൂടി പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലിരിപ്പ് വളരെ മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ VD സതീശന് സാധിച്ചു എന്നുള്ള കാര്യവും മറക്കരുത് കൂട്ടത്തിൽ. ഓക്കെ, രാഹുലിൻ്റെ കാര്യം ഒരു ഗതിയാക്കി. രാഹുലിൻ്റെ കയ്യിലിരിപ്പ് എന്നാണ് അങ്ങ് പറഞ്ഞത്. കയ്യിലിരിപ്പ് എന്നാണ് രാഹുലിൻ്റെ കയ്യിലിരിപ്പ്. അത് രാഹുലിന് സത്യം ജനങ്ങളോട് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സത്യങ്ങൾ ഒത്തിരി ഉണ്ടായി. അത് നമുക്ക് അപ്രിയ സത്യങ്ങൾ, രാഹുലിന് തന്നെ അപ്രിയ സത്യങ്ങളാണ് പറയാൻ പറ്റാതെ. പക്ഷേ സതീശൻ അതിനെ വേറൊരു തരത്തിൽ പ്രതിരോധിച്ചു. പിണറായി വിജയൻ്റെ പ്രതീക്ഷയ്ക്ക് അടി കിട്ടിയത് സതീശൻ ഇങ്ങനെയൊരു നിലപാടെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതെ, രാഹുലിനെ തള്ളിപ്പറയുന്ന, രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും പിണറായി വിജയൻ്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് നീങ്ങാനായിട്ട് VD സതീശന് സാധിച്ചു. അവിടെയാണ് പിണറായി വിജയൻ്റെ പരാജയം പറ്റിയത്. എന്നാലും പിന്നെയും തോൽക്കാതെ വീണ്ടും പോരാടാനായിട്ട് തയ്യാറായി പിണറായി വിജയൻ വീണ്ടും വന്നിരിക്കുക. രാഹുലിന് ഇനി ഏതെങ്കിലും പിണറായി എവിടെയെങ്കിലും വെച്ച് ബസ്സിലെങ്കിലും അടുത്തടുത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പിണറായി വിജയൻ. ഏത് കേസ് കിട്ടിയാലും ചാർജ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഏത് കേസ് കിട്ടിയാലും ഒരു പരാതി കിട്ടിയാൽ മതി, കൊടുക്കാൻ ആരെങ്കിലും കൊണ്ട് കൊടുപ്പിച്ചാൽ കാശും കിട്ടും, വക്കീലിൻ്റെ കാശ് കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ കുഴപ്പം എന്താണ്? അത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ പുകഴ്ത്താനും അദ്ദേഹത്തെ വർണ്ണിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. ആരെങ്കിലും ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. ഈ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. എന്താണ് ആ കാരണം? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടമല്ല, കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് പുറത്തേക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ പറയാൻ ബുദ്ധിമുട്ടുള്ള പേരുകൾ പോലും. കേരളത്തിൽ പറഞ്ഞാൽ ഇവിടെ തന്നെ PT ചാക്കോ മുതൽ നമ്മുടെ ശശീന്ദ്രൻ, ഇങ്ങനെയുള്ള ഒത്തിരി മുകേഷിനൊക്കെ കൂടി പോട്ടെ, രാഷ്ട്രീയക്കാരായിട്ട് കൂട്ടണം, ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ, സെലിബ്രിറ്റികൾ ഇതുപോലുള്ള കേസുകളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടിട്ടുണ്ട്. അറിഞ്ഞോ നമുക്ക് പറയാൻ പറ്റില്ല, അറിയാതെ ഹണി ട്രാപ്പിംഗ് ഒക്കെ കാണുമ്പോഴെങ്കിൽ അങ്ങനെ ഹണി ട്രാപ്പ് ഉണ്ടാകാം, അങ്ങനെയും വരാം. എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിസിബിലിറ്റി, ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ 2-3 പേരുടെ ആരോപണങ്ങൾ വന്ന 2-3 പേരുണ്ട്. ശശീന്ദ്രൻ്റെ ആരോപണം വന്നു. പക്ഷേ ഇവരാരും പരസ്യമായി ഈ ആരോപണം ഉന്നയിച്ചവരെയോ പൊതുജനങ്ങളെയോ അത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളെയോ വെല്ലുവിളി നീ പോടാ പുല്ലേ എന്നുള്ള മട്ടിൽ പെരുമാറിയിട്ടില്ല. രാഹുൽ ഗാന്ധി പെരുമാറിയിരിക്കുന്നത്, അല്ല രാഹുൽ മാങ്കൂട്ടം പെരുമാറുന്നത് ആ രീതിയിലാണ്. എങ്ങനെ? നീ പോടാ പുല്ലേ എന്നുള്ള മട്ടിൽ തന്നെ, നീ പറയുന്നവൻ പറഞ്ഞു, നീയൊരു പ്രശ്നമില്ല, ഞാൻ ഇനിയും വേണം ചെയ്യുമെന്നുള്ള മട്ടിൽ ആ ഒരു ചലഞ്ചായിരുന്നു. ഹു ഇസ് ദെയർ ടു ക്വസ്റ്റ്യൻ മീ, എന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ട്? ഈ സ്റ്റൈലിൽ രാഹുൽ മാങ്കൂട്ടം കോപ്പിയടിച്ചായിരുന്നറിയോ? പിണറായി വിജയനിൽ നിന്ന് കോപ്പിയടിച്ച സ്റ്റൈലാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ അപ്ലൈ ചെയ്തത്. കോൺഗ്രസ് ധാർഷ്ട്യം എന്താ പറയുന്നത്, അറജൻസ് എന്നുള്ള ഇംഗ്ലീഷ് ഭാഷ ശരിയും. അതിന് തന്നെ മലയാളം പറയാൻ പറ്റില്ല, എനിക്കറിയത്തില്ല. ധിക്കാരം എന്ന് പറയാം, ധാർഷ്ട്യം എന്ന് പറയാം, എങ്ങനെ വേണം പറയാം, അസഹിഷ്ണുത, ഇതെല്ലാം വരും അതിൻ്റെ അകത്ത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ആദ്യഘട്ടത്തിൽ? പിന്നെ ഹൂ കേഴ്സ് എന്നുള്ള അതേ ആറ്റിറ്റ്യൂഡാണ്, ഹൂ കേഴ്സ്. അപ്പോഴാണ് അതിന് ആദ്യത്തെ ഒരു മറുപടി പക്ഷേ വന്നു. അത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നാണ് വന്നത്. ജിൻഡോ ജോനാണ് മറുപടി കൊടുത്തത്. ഓർക്കുന്നുണ്ടോ ജിൻഡോയുടെ മറുപടി? ഹൂ കേഴ്സ് എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ജിൻഡോ ജോണൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഐ ഡു കെയർ. ഞാൻ അത് ശ്രദ്ധിക്കും, ഞാൻ അതിനെക്കുറിച്ച് സൂക്ഷിക്കും. ഇവിടെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഐ ഡു കെയർ എന്ന് പറയുന്ന ജിൻഡോയെ പോലെ വളരെ മികച്ച രീതിയിൽ രാഷ്ട്രീയം പറയുന്ന, വളരെ വളരെ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ട് തന്നെ ഇപ്പം ചാനൽ ചർച്ചകളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അത്തരം ആളുകൾക്കൊന്നും വേണ്ട രീതിയിലുള്ള വിസിബിലിറ്റികൾ ലഭിക്കാതിരിക്കുകയും ഇത്തരത്തിൽ എടോ പിണറായി വിജയ എന്ന് വിളിക്കുന്നവർക്കും ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജ് പ്രകടിപ്പിക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള, അതായത് സാഡിസ്റ്റ് സ്വഭാവമുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള വിസിബിലിറ്റി കിട്ടുന്ന ഒരു നാടാണ് നമ്മൾ.
സാഡിസ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. ആ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അതാണ്. അപ്പോൾ അതിൻ്റെ അത് ആ ക്യാരക്ടർ അത് ഇവിടെ പടർത്തിയ ആ ക്യാരക്ടർ ഇപ്പോൾ കരുണാകരൻ്റെ കാലത്തോ ആന്റണിയുടെ കാലത്തോ നയനാരുടെ കാലത്തോ അച്യുതാനന്ദൻ പോലും ഒരു ഇഷ്യൂവിൻ്റെ പേര് തള്ളി പറയുന്നുള്ളൂ. കാരണം മനുഷ്യനെ കളിയാക്കത്തക്ക രീതിയിൽ പറയില്ല, പുച്ഛിച്ച് പറയില്ല, അഴിമതിക്കാരനാണ് ആ രീതിയിൽ പറയും. അല്ലാതെ സാധാരണ ഒന്ന് വഴിയെ പോകുന്നതിനെ പുച്ഛിക്കുന്ന പരിപാടിയില്ല. ഗവൺമെൻറ് ഇതിൻ്റെ തെറ്റുകളെ പറ്റി പറയുമ്പോൾ അച്ഛൻ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും, പക്ഷേ ഇതുപോലെ പറയില്ല. ആരോപണം പറഞ്ഞവനെ കുറ്റപ്പെടുത്തിയില്ല, വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തി. പിണറായി വിജയനെ അഡോപ്റ്റ് ചെയ്ത സ്റ്റൈൽ തന്നെ സൈലൻസ് ദ എനിമി, സൈലൻസ് ദ ക്രിറ്റിക്. നിശബ്ദനാക്കുക, വിമർശകനെയും എതിരാളിയെ നിശബ്ദനാക്കുക. അതിനെന്ത് മാർഗം ഉപയോഗിക്കുക? അത് കോൺഗ്രസിന് ചേർന്നൊരു പരിപാടിയല്ല, കോൺഗ്രസിന് പോയിരുന്ന പരിപാടിയല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചിരുന്നത് പിണറായി വിജയൻ്റെ സ്റ്റൈല് ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കി, ഒരു അതോറിറ്റി ആകാൻ നോക്കി. കോൺഗ്രസ്സിൽ അതിനുള്ള പവർ ഉണ്ടായിരുന്നു, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിണറായിയേക്കാൾ ശക്തമായ നാക്കാണ്, വാക്കുകളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ചങ്കക്കൊള്ളുന്ന വാക്ക് പറയാൻ പറ്റും. പിണറായി പറഞ്ഞാൽ തന്നെ വെറുപ്പോട് തോന്നും. രാഹുൽ മാങ്കൂട്ടയുടെ വിമർശനം നമ്മൾ തീക്ഷ്ണമാണ്. ഞാൻ തുടക്കത്തിൽ പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് സത്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനായിട്ട് പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വാസ്തവമാണ്. ഒപ്പം ഡിവൈഎഫ്ഐയും വിജയിച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ ബാക്കി പറയാൻ പോകും. ഡിവൈഎഫ്ഐയും വിജയിച്ചിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാ? അവരേറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ട് അല്ലെ അവരുടെ ഒരു പ്രവൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന പൊതിച്ചോറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കളിയാക്കി. അന്നത്തെ എങ്ങനെയാണ് പുച്ഛിച്ചത്? അന്നത്തെ പുച്ഛിച്ചത് അതിനെ അനാശാസ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെയായിട്ട് ബന്ധപ്പെടുത്താം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വളരെ കുറച്ചും കൂടി റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അതിനെ ക്രിട്ടിക്കാക്കി. ഇത് അനാശാസ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന്റെ മറവിൽ നടക്കുന്നത് അനാശാസ്യമാണെന്നുള്ള രീതിയിൽ ഇദ്ദേഹം വർത്താനം പറയുന്ന സാഹചര്യം ഉണ്ടായി. കിട്ടിയില്ലേ? പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടി. മാങ്കൂട്ടം അത് പറയുമ്പോൾ എം മണിക്ക് ഒരു ആരാധകൻ കോൺഗ്രസിൽ ഉണ്ടാകുമായിരുന്നു. അത്തരം ഭാഷ ഉപയോഗിക്കുന്ന എം മണിയാണ്. വെമ്പളൂരിമയുടെ സമരത്തെക്കുറിച്ച് എം മണി പറഞ്ഞു, സമരം കഴിഞ്ഞ് ഇവരിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം, ഇതിങ്ങനെ കാണിക്കാൻ പഠിച്ചു. അത് എം മണി. അതിൻ്റെ എം മണിയുടെ ചേട്ടനോ അനിയനോ ചേട്ടനോ മക്കളോ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തപ്പെട്ടവരാണ്. അടൂരായിട്ട് വലിയ ദൂര വ്യത്യാസമൊന്നുമില്ല. മല കയറി ഇറങ്ങി അപ്പുറം ചെല്ലാം മണിക്ക്. അല്ല, ആ ഒരു പശ്ചാത്തലം എം മണിയുടെ ആ സംസാരവും പശ്ചാത്തലവും സംസ്കാരവും ആര് ആർജിച്ചു? മാങ്കൂട്ടം ആർജിച്ചു. അത് തിരുത്താനായിട്ട് ഷാഫി പറമ്പിലും അതുപോലെ കോൺഗ്രസിൽ തന്നെയുള്ള നേതാക്കന്മാർ വേണമായിരുന്നു. പക്ഷേ പലരും പറയുന്നത് ഇയാളോട് പല പ്രാവശ്യം പറഞ്ഞതാണ്, കുറേ കൂടെ ഒതുക്കം വേണം, പക്വത വേണം. വിമർശിക്കുമ്പോൾ കുഴൽനാടൻ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായ വിരോധം തോന്നുന്നുണ്ടോ? ഇല്ല. കുഴൽനാടൻ വളരെ തീക്ഷ്ണമായിട്ട് പിണറായി വിജയനെ വിമർശിക്കാറുണ്ട്. അതുപോലെ ഏറ്റവും രൂക്ഷമായിട്ട്, സതീശനേക്കാൾ രൂക്ഷമായിട്ട്, രമേശ് ചെന്നിത്തലയേക്കാൾ രൂക്ഷമായിട്ട്. പക്ഷേ കുഴൽനാടനോട് അങ്ങനെ വ്യക്തിപരമായ ആ വിമർശനത്തോട് മാത്രമേ നമ്മൾ പ്രതികരിക്കുന്നുള്ളൂ. കുഴൽനാടനോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില പ്രയോഗങ്ങൾ വിമർശിക്കുന്നവനോട് തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തോട് തന്നെ വിജയൻ ഇത്രയും അതൊക്കെ വിളിച്ചോട്ടെ, കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്. രാഹുൽ അവിടെ തെറ്റ് വരുന്നത് രാഹുൽ മാങ്കൂട്ടം മാത്രം എടോ വിജയാന്ന് വിളിക്കുകയും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അതാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടയുടെ എടോ വിളി വളരെ പുറകോട്ട് പോകും. പക്ഷേ എല്ലാവരും എടോ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, അദ്ദേഹം അറിയണോ നാറിന്നൊക്കെ വിളിക്കുന്ന, നാറിന്നൊക്കെ അദ്ദേഹം തന്നെ പ്രയോഗിക്കുന്ന പിണറായി വിജയൻ തന്നെ. പക്ഷെ അത് എല്ലാവരും അങ്ങനെ വിളിക്കണ കുഴപ്പമില്ലെന്നേ, ഒരാൾ മാത്രം പറയുമ്പോഴോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അഹങ്കാരമൊക്കെ നല്ലതാണ്, പക്ഷെ ഒരു മയത്തിലും ഒരു മിതത്വത്തിലും ഒരു രീതിയിലും എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടാതെ മുമ്പോട്ടേക്ക് പോകാം, ഇങ്ങോട്ട് വരരുത്. അതെ, ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന പാഠം അല്ലേ? പണി കിട്ടിയാൽ കിട്ടുതോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരും തിരിഞ്ഞു നോക്കാൻ കാണില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെട്ടില്ല. വനിതാ കോൺഗ്രസിൽ പെട്ടൊരു പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് സംസാരിച്ചു. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അതിനേക്കാൾ മോശമായി പെരുമാറുന്ന ആരോപണമുള്ള കോൺഗ്രസ് നേതാക്കൾ വേറെയുണ്ട്, കേന്ദ്രത്തിലുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ അവരുടെ ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴുള്ള അവരുടെ പൊതുജനത്തോടുള്ള റിയാക്ഷൻ അത് മാന്യമായിരുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെയധികം ബഹുമാനമുണ്ട്. കാരണം എന്താണെന്ന് പറയുക, അയാൾ ഗംഭീരമായിട്ടുള്ള വളരെ മികച്ച ഒരു നടനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരു സംശയമില്ല കാര്യത്തിൽ. അയാൾ നടനാണ് ഇങ്ങനെയല്ല പെരുമാറുന്നത്, ഏതെങ്കിലും പുരോഗതിമാരുടെ അടുത്തോ NSSൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രായം കൂടിയ മനുഷ്യർ പേക്കാൻ്റെ അടുത്ത് എന്ന് പറയുക, നീ ഇങ്ങനെ തെറ്റുപറ്റി ക്ഷമിക്കണം, അത്ര ഇമേജ് ഉണ്ടാക്കാൻ നോക്കും. എല്ലാ പാപവും ഒരു മതങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യേകത തന്നെ. മരണക്കിടക്കയിൽ വരെ മനസ്സ് മാറാവുന്ന പറയുന്നത്, കുറ്റസമ്മതം നടത്താവുന്നതാണ്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും നമുക്ക് പശ്ചാത്തപിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് മുഴുവൻ തെറ്റും, നമ്മുടെ മുഴുവൻ കണക്കുകൂടലും തെറ്റും,
രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അതുവരെ രാഹുൽ മാങ്കൂട്ടം സംശയത്തിൻ്റെ നിലനിൽക്കും. അതാണ് സംഭവം. അതാണ് കോൺഗ്രസിന് ഗുണമായി. കോൺഗ്രസിന് വാസ്തവം പറഞ്ഞ ഗുണമായി. കാരണം ഇങ്ങനെ ഒരു, അതായത് സാധാരണ ഒരു നേതാവല്ല, ഏറ്റവും വലിയ വിസിബിലിറ്റി ഉള്ള ജനപ്രതിനിധിയുള്ള യുവ നേതാവിന് ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് നേരെ പരാതികൾ ഉയർന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ചരിത്രപരമാണ്, മാതൃകാപരമാണ്. അതെന്നും ഓർമ്മിക്കപ്പെടും. അത് ആദ്യം വെട്ടിലാക്കിയ CPM-നെ ആ നിലപാട്, രാഹുലിനേക്കാൾ വെട്ടിലാക്കിയ CPM-നെയാണ്. കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രുവിനെ വെട്ടിലാക്കി. ഇനി രണ്ട് കാര്യങ്ങളുണ്ട്. രാഹുലിനെ കുറിച്ചുള്ള രാഹുലിനുള്ള കോൺഗ്രസിൻ്റെ സമീപനത്തിൽ രണ്ട് കാഴ്ചപ്പാടാണ്. ഒന്ന്, സതീശൻ്റെ നിലപാട് ശരിയെന്ന് പൂർണ്ണമായിട്ടും പറയുന്നുണ്ട്. വനിതാ കോൺഗ്രസ്സുകാരെ പറയുന്നുണ്ട് സതീശൻ എടുത്ത നിലപാട് ശരിയാണ്. വേറെ ചിലർ സതീശൻ അത്ര തിടുക്കം കാണിക്കരുതായിരുന്നു, ഒരു എക്സ്പ്ലനേഷനൊക്കെ മേടിച്ച് ശ്രീമതി ടീച്ചർ AK ബാലിനെ പോലെയുള്ളവരെ കൊണ്ട് തീവ്രത നടക്കുന്ന മെഷീനൊക്കെ മേടിച്ച് രാഹുലിനെ പാർട്ടി കമ്മിറ്റി പരിശോധിച്ച് ഒരു വിധി പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ സമയം കിട്ടും, ഈ ഇലക്ഷൻ നീണ്ടുപോകും. അതുവരെ സമയം ഉണ്ടായിരുന്നു. ഇതിനകത്ത് തിടുക്കപ്പെട്ട് എതിർത്തെന്നുള്ളത് ഒന്നോർക്കണം, സതീശൻ്റെ നിലപാടിനെ എതിർക്കുന്ന ഒരു കോൺഗ്രസ് അനുഭാവികളാണ്, അനുകൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും മുഴുവൻ കോൺഗ്രസ് അനുഭാവികളാണ്. ഇവരുടെ വോട്ട് ഇലക്ഷനിൽ ആർക്ക് കിട്ടും? കോൺഗ്രസിന് കിട്ടും. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാരാ? അതും കോൺഗ്രസ്സുകാരാണ്. അവരുടെ വോട്ട് ആർക്ക് കിട്ടും? കോൺഗ്രസിന് കിട്ടും. ചിലപ്പോൾ രാഹുലിൻ്റെ അനുയായികളുടെ വോട്ട് സതീശന് കുറച്ച് പേരെ കിട്ടാതെ വന്നേക്കാം, ബാക്കി എല്ലാ കോൺഗ്രസ്സുകാർക്കും കിട്ടും. അപ്പോൾ നേട്ടം ആർക്കാണ്? കോൺഗ്രസിന്. ആത്യന്തിക നേട്ടം സംഘടനാപരമായി കോൺഗ്രസിനാണ്. ആ വെട്ടിൽ CPM കൊണ്ട് ചാടി. കാരണം കോൺഗ്രസിൽ രണ്ട് പക്ഷത്തിനും ആളുണ്ടെന്ന് വന്നപ്പോൾ അച്യുതാനന്ദനും പിണറായിയായിട്ട് തർക്കം വന്നപ്പോൾ CPM-ന് നേട്ടമുണ്ടായി. അതുകൊണ്ടാണ് അച്യുതാനന്ദനെ അനുകൂലിക്കുന്നവരും പിണറായി അനുകൂലിക്കുന്നവരും ആൾക്ക് വോട്ട് ചെയ്തു, CPM-ന് വോട്ട് ചെയ്തു. അങ്ങനത്തെ ചില വ്യത്യാസങ്ങളുണ്ട്. അത്തരം ഭിന്നത ഉണ്ടാകുമ്പോൾ പാർട്ടികൾക്ക് നേട്ടം വരും. രണ്ട് അഭിപ്രായങ്ങളും പുറത്തേക്ക് പോവുകയാണ്, ഇവിടെ തന്നെ നിൽക്കുക. ഇവിടെ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ പേരിൽ കോൺഗ്രസിന് കാര്യമായ തട്ടുകേടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ അദ്ദേഹത്തെ അടുപ്പിക്കാൻ കൂടി പല നേതാക്കൾക്കും ഇപ്പം മടിയാണ്. ഒരു മീറ്റിങ്ങിന്, ഇലക്ഷൻ മീറ്റിങ്ങിന് വിളിക്കാൻ വേണ്ടി വരും. പക്ഷേ നമുക്ക് ശൂന്യതയിൽ നിന്നുകൊണ്ട് അല്ല, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തുക, എവിടെ എനിക്ക് വീഴ്ച പറ്റി, അത് രാഹുൽ മാങ്കൂട്ടം പറയണം. അതെ, അത് പറയുന്നിടം വരെ. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എനിക്ക് തെറ്റുപറ്റിയില്ല, തെറ്റുപറ്റിയത് മൊത്തം അതിജീവിതമാർക്കാണ്, അവരാണ് എന്നെ പറ്റിച്ചത്, ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവിടെയൊക്കെ തെറ്റുപറ്റി, അതിജീവിതമായി എന്നെ പറ്റിച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ അവരുടെ പറ്റിയതിന് നിന്ന് കൊടുക്കാൻ മാത്രം കഴിവില്ലാത്തവനാണ് ഇയാൾ വരികയില്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു MLA പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ള കാര്യം പഠിക്കണം. അങ്ങനെയല്ല, എല്ലാ സ്ഥാപിത താല്പര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അല്ല, പ്രത്യേകിച്ച് ലൈംഗികപരമായ താല്പര്യങ്ങൾ. അതാണ് പെട്ടെന്ന് കുറ്റവാളിയായിട്ട് കാണുന്നത്. അല്ല, ഇതിങ്ങനെ ഇതാണല്ലോ ഇപ്പോഴത്തെ വിഷയം, അതാണല്ലോ. ഇയാൾ ഒന്നിൽ കൂടുതൽ, അതായത് കബളിപ്പിക്കുക, അഡമൻ്റായിട്ട് ന്യായീകരിക്കുകയും കൂടെ ചെയ്യും. അതെ, അതാണ് ന്യായീകരിക്കുകയും കൂടി ചെയ്തു. ഇന്ത്യൻ നിയമത്തിൻ്റെ, അതായത് ധാർമ്മികപരമായിട്ട് നോക്കുമ്പോൾ വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വലിയ തെറ്റെന്ന് പറഞ്ഞാൽ വലിയ തെറ്റ്. അതായത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ അവളെ വിശ്വസിപ്പിച്ച് തൻ്റെ വരുതിയിലാക്കി അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവളെ വലിച്ചെറിയാം. എന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ തേടി പോവുക, അവളോടും ഇതേപോലെ അടുപ്പം പ്രകടിപ്പിച്ച് അടുത്തെത്തി ലൈംഗികപരമായി ഉപയോഗിച്ച് വലിച്ചെറിയാം. വീണ്ടും മറ്റൊരു പെണ്ണിനെടുത്ത് പോവുക, വീണ്ടും വലിച്ചെറിയാം. സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ബാധിക്കുന്നവരാണ്. അല്ല, ഇങ്ങനെ അല്ല, രാഹുൽ മാങ്കൂട്ടം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കളിൽ ഒരാളെന്നുള്ള നിലയിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശരീരത്തെക്കാൾ കൂടുതൽ തന്നോട് കോൺഗ്രസിനോടൊരു ഉത്തരവാദിത്വം, സമൂഹത്തോടൊരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെട്ടു. ആ പരാജയം സമ്മതിക്കാൻ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തയ്യാറാണ്. അതെ, ആ പരാജയം സമ്മതിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. വീക്ക് പോയിന്റ്. അല്ല, പക്ഷെ എങ്ങനെ അദ്ദേഹം സമ്മതിക്കും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ, ന്യായീകരിക്കാൻ? നമ്മൾ ഒന്നിൻ്റെ 2 വർഷവും പരിശോധിക്കണമല്ലോ. ഒരു വർഷം മാത്രം അദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മറ്റ് പല വിഷയങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതുമാണ്. ഇത് മറ്റൊരു വിഷയമാണ്. ഇതിൻ്റെ മറ്റൊരു സൈഡാണ്. മാത്രം വിഷയം.
നമ്മൾ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റുകളുടെ മാത്രം വിഷയം. അതിൻ്റെ കോൺസിക്വൻസ്, പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഫാൾ ഔട്ട് അല്ല നമ്മൾ നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു MLA എന്നുള്ളതിലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിരിക്കുന്നു ഉണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ബർഡൻ ഓഫ് പ്രൂഫ് രാഹുൽ മാങ്കൂട്ടത്തിന് തെളിയിക്കാനുള്ള ബാധ്യത. പാർട്ടിയോ പത്രമോ എന്ത് വേണേൽ പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കണ്ട. പക്ഷെ മറിച്ച് അങ്ങനെയൊന്നും ഈ സാഹചര്യങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത മാങ്കൂട്ടം. എന്താണ് അദ്ദേഹം തെളിയിച്ചത്? ഇതിനോടകം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് അവസരം കിട്ടി. എന്താണ് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എത്ര ചാറ്റ് സംഭാഷണം പുറത്തു വിട്ടു? ഒന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചത് നിയമത്തിൻ്റെ പഴുതാണ്. ഉഭയസമ്മതപ്രകാരം ചെയ്യുന്ന ഏർപ്പെടുന്ന ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്നുള്ള നിയമത്തിൻ്റെ ആ ലൂപ്പോളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിവള്ളി. പക്ഷേ അത് ഒരു പൊളിറ്റീഷ്യൻ, ഒരു ഉന്നത നേതാവ് അതെടുക്കുമ്പോൾ എഫ്സ്റ്റൈൻ ഫയൽ, രാഹുൽ മാങ്കൂട്ടം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എഫ്സ്റ്റൈൻ ഫയലിൽ ആദ്യത്തെ പേരായിരിക്കും. ആരായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വന്നതിനെ പറയാൻ പറ്റില്ല. കാരണം ഈ വെല്ലുവിളികളെല്ലാം അതിനകത്ത് പെട്ടിട്ടുണ്ട്. മാന്യന്മാരെല്ലാം ഉണ്ട്. അല്ലെ, ഇതിനിടയിൽ കേട്ടത് ഇദ്ദേഹത്തിനെതിരെ എന്തോ പോക്സോ വരാനിരിക്കുന്നു. ഇനിയിപ്പോൾ 1 മാസം ഉള്ളത്. ഈ 1 മാസത്തിനിടയിൽ പലതും എന്തും സംഭവിക്കാം. ഇനി ഒരു കാര്യം കൂടെ പറയാം, അത് അറിഞ്ഞിരിക്കേണ്ട. പിണറായി വിജയൻ്റെ ടാക്ടിക്കൽ ബ്ലണ്ടർ എന്ന് പറഞ്ഞു, ഈ കേസൊക്കെ ആരോപണങ്ങളും പരാതികളും വന്നിട്ട് നാളുകൾ കുറേ ഇലക്ഷൻ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഒരു ആയുധമായിട്ട് ഇത് വെച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ ഉപയോഗം ചീറ്റിപ്പോയി. അല്ലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനുള്ള ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. ഇനി ഏത് കൊണ്ടുവന്നാലും പർപ്പസ്ഫുള്ളായിട്ട് ഈ ഹണി ട്രാപ്പിൽ പെടുത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ പിണറായി വിജയൻ കെട്ടിയെടുത്തതാണ് എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റുള്ളവർക്കും രക്ഷപ്പെടാനൊരു മാർഗ്ഗമായി. ഇനി വിശ്വസിക്കില്ല, ഒരാളത്തേക്ക് വിശ്വസിക്കില്ല. എന്ത് കേസ് കൊണ്ടോ മദർ തെരേസ രാഹുൽ മാങ്കൂട്ടം അവർ വന്ന് ടെസ്റ്റിഫൈ ചെയ്താലും ജനം വിശ്വസിക്കില്ല, തൽക്കാലത്തേക്ക് വിശ്വസിക്കില്ല. അത് സമയം മനഃപൂർവ്വം എടുത്ത കേസെന്നേ വരും. അതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രക്ഷാകവചം. ഈ ഡിലേയാണ്, നടപടിയെടുക്കുന്നതിന് മനഃപൂർവ്വം താമസിച്ചു, ഇലക്ഷന് വേണ്ടി വെച്ചുകൊണ്ടിരുന്നു. ഈ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയന് പറ്റി. പിന്നെ അതേപോലെ ഡിവൈഎഫ്ഐയുടെ ചോറ് അതൊരു ഗംഭീര തിരിച്ചടിയായി പോയി കേട്ടോ. പൊതിച്ചോറിന്റെ മറവിൽ നടക്കുന്നത് അനാശാസ്യമാണെന്ന് പറഞ്ഞിട്ട് അത് MM മണി അത് തന്നെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം അത് ആരോപിച്ച ആൾക്കെതിരെ തന്നെ വരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർമ്മ എന്ന് പറയുന്നത് ഒരു ഗംഭീര ബൂമറാങ് ആണ്. തിരിച്ച് 1.5 അടിയാണ് അടിച്ചിരിക്കുന്നത്. അവനവൻ ചെയ്യുന്നതിന്റെ ഇങ്ങോട്ട് തിരിച്ചു വരും. അതിന്റെ മറന്നു, സംസ്കൃതം മറന്നു ഇപ്പോൾ. ശരിക്കൊരു ചൊല്ലുണ്ടത്, താൻ ചെയ്യും കൃത്യങ്ങളുടെ ഫലം ആരും. വാൽമീകിയോട് ചോദിച്ച പോലെയാണ്. തൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് പാവഭാരത്തിൻ്റെ ഫലം മുഴുവൻ കാശും സ്വർണ്ണമൊക്കെ വീട്ടുകാർ മേടിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഇവർ സമ്മതിക്കില്ല. ഭാര്യ മക്കൾ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഫലം മുഴുവൻ പോരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ചെയ്ത പാപത്തിൻ്റെ ഫലം കോൺഗ്രസ് അനുഭവിക്കണോ? കോൺഗ്രസ് അനുഭവിക്കണോ? അനുഭവിക്കേണ്ട ആവശ്യമില്ല. മഹാത്മാഗാന്ധിയുടെ മാർഗം ശ്രീരാമനെ ഉദ്ധരിച്ചുകൊണ്ട്, ശ്രീരാമനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, ഒരു നേരിയ സംശയത്തിൻ്റെ നിഴൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മേൽ വീണു. നേരിയ സംശയത്തിൻ്റെ നിഴൽ അദ്ദേഹത്തിന് ഭാര്യയുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ നിഴൽ വീണപ്പം രാമൻ എന്നാ ചെയ്തത്? സീതയെ എവിടെ കൊണ്ടുവിട്ടു? സതീശൻ പോകാനിരിക്കുന്ന വനവാസത്തിന് വിട്ടു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ രാമൻ്റെ മാതൃക ചില കാര്യങ്ങളിലെങ്കിലും ഉത്തമ പുരുഷനായിട്ടാണ് രാമനെ സങ്കല്പിക്കുന്നത്, പൂർണ്ണ പുരുഷനായിട്ട് ശ്രീകൃഷ്ണൻ. അപ്പോൾ രാമൻ്റെ മാതൃക, ആ ഉത്തമ മാതൃക, അധികാരി രാജാവ് സംശയത്തിന് പുറത്തായിരിക്കണം, സംശയങ്ങൾക്കപ്പുറം ആയിരിക്കണം, അപവാദങ്ങൾ രാജാവിനെ ഏൽക്കരുത്. ആ ഒരു കാഴ്ചപ്പാടോടെ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ ഹൂ കെയർസ് തിരിച്ചടിയായി, ഗംഭീര തിരിച്ചടിയായി. അതുകൊണ്ടാണ് ജിൻഡോയുടെ ഐ ഡു കെയർ എന്ന് പറയുന്ന സ്ഥാനം ഉന്നതിയിലെത്തുന്നത്, അത് വിജയിക്കുന്നത്. അപ്പോൾ ആ ഒറ്റ വാചകം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റി. നെഗറ്റീവായിട്ടുള്ള എഫക്റ്റിനെ കുറേ കളയാൻ പറ്റി. ആർക്ക്? ജിൻഡോയ്ക്ക് കളയാൻ പറ്റി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഡാമേജിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ നള്ളിഫൈ ചെയ്ത് ജിൻഡോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഐ ഡു കെയർ, അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടി. അങ്ങനെ പറയാൻ CPM-ൽ പലരുടെ വീട്ടിലും പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങനെ പറയാൻ ഐ ഡു കെയർ എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. ഒരു വിപ്ലവകാരി ഇല്ലായിരുന്നു, ഒരു ചെഗുവേര ഇല്ലായിരുന്നു, ഒരു ആർഷോയും ഇല്ലായിരുന്നു, ഒരു ആര്യ രാജേന്ദ്രനും ഇല്ലായിരുന്നു,
ഒരു PPDB ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഐ ഡു കെയർ എന്ന് പറയാൻ ആരെങ്കിലും 1-2 പേരോ ഉണ്ടായിരുന്ന പിണറായി വിജയൻ ഈ അധോഗതി ഉണ്ടായി. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയന്റെ മറ്റൊരു ഭാവമാണോ? ഇനി ആകില്ല. അല്ല, ഇത്രയും നാളായിരുന്നു. ഇത്ര നാളായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെറ്റുകളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങളുണ്ട്. തെറ്റുകളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറയണം, പച്ചയ്ക്ക് പറയണം തെറ്റില്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഒളിച്ചോട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പോരാടാൻ പഠിക്കണം. എൻ്റെ പേര് തെറ്റായ ആരോപണം മരണം വരെ സത്യാഗ്രഹം ഇരിക്കാൻ രാഹുൽ തയ്യാറാണെന്നേ, അത് തെളിയിക്കുക. തീർച്ചയായിട്ടും. ഇപ്പം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓവറായിട്ടുള്ള അഹങ്കാരം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നു. അദ്ദേഹം അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് മാറ്റേണ്ടതൊക്കെ മാറ്റി പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി തിരിച്ചു വരട്ടെ. ഇത്രയും നാൾ പ്രവർത്തിച്ച ഒരാളാണല്ലോ. നമ്മളും പറയുന്നു വി ഡു കെയർ. അതെ, തിരിച്ചു വരട്ടെ. അപ്പോൾ എന്തായാലും തെറ്റുകൾ പരിഹരിക്കാൻ സാധിക്കട്ടെ. തെറ്റുകൾ ഉണ്ട് എന്ന് ആദ്യം കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് തന്നെ പറ്റട്ടെ എന്നുള്ളതാണ്.